നെല്ലിയാമ്പതി വിഷയത്തിൽ UDF MLA-മാർ ഉപസമിതിക്ക് റിപ്പോർട്ട് നൽകിയതിന്റെയും വിഷയത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടതിന്റെയും പശ്ചാത്തലത്തിലാണ് PC ജോർജ് മാധ്യമങ്ങളെ കണ്ടത്. ചെറുനെല്ലിയിലേത് കൃഷി ചെയ്യുന്ന ഭൂമിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. 1910-ലെ സർവേ ഓഫ് ഇന്ത്യയുടെ രേഖയിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. 933-ൽ റബ്ബർ ബോർഡും ഇത് ശരിവച്ചിട്ടുണ്ട്. 92-ലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഭൂമി വിൽപ്പന ശരിയാണെന്ന് പറയുന്നുണ്ട്. വളരെ വ്യക്തമായി എതിരിക്കുകയാണ് റബ്ബർ പ്ലാന്റേഷൻ. ഇത് കൃഷിക്കാരെ പേടിപ്പിക്കുന്നതിന് ആ പാവങ്ങൾ അവിടെ കിടക്കട്ടെ. ഈ നാടിനെ രക്ഷിച്ചു കൊടുക്കുന്ന ആ പാവങ്ങളെ ഉപദ്രവിക്കാമോ? അതാണ് ചോദ്യം. നെല്ലിയാമ്പതി മുഴുവൻ വനമാക്കി മാറ്റാനുള്ള തമിഴ്നാടിന്റെ ശ്രമങ്ങൾക്ക് കാശുവാങ്ങി കൂട്ടുനിന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും സിനിമാ മാഫിയയും ആരാണെന്ന് CBI അന്വേഷിക്കണം. UDF സർക്കാർ 120 ഗവൺമെന്റ് പ്ലീഡർമാരെ നിയോഗിച്ചിട്ടും ഒരു അഭിഭാഷക തന്നെ കേസ് നടത്താൻ വേണമെന്ന് ആവശ്യപ്പെട്ടതിനെക്കുറിച്ചും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാനുള്ള ശ്രമങ്ങളെ താമസിപ്പിക്കുന്ന തമിഴ്നാടിന്റെ നയത്തിന് കൂട്ടുനിൽക്കുന്നവരെക്കുറിച്ചും CBI പരിശോധിക്കണം. തമിഴ്നാട് സർക്കാരിൻ്റെ പണം വാങ്ങിക്കൊണ്ട് നെല്ലിയാമ്പതി പഞ്ചായത്ത് മുഴുവൻ ഫോറസ്റ്റാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് കാശു വാങ്ങിയിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരാരാണെന്ന് കൂടി CBI അന്വേഷിക്കണം. ഹരിതരാഷ്ട്രീയം പറയുന്ന ജനപ്രതിനിധികൾ തങ്ങളുടെ മണ്ഡലത്തിൽ ഭൂമാഫിയ നികത്തിയ നെൽവയലുകളെക്കുറിച്ച് പരിശോധിക്കാത്തത് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. ഇന്ത്യ വിഷൻ, കൊച്ചി.